ഹരേ കൃഷ്ണ. ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന സംഭവമാണിത്. കുംഭമാസത്തിലെ അമാവാസി നാളിൽ രാവിലെ 7:30 മണി കഴിഞ്ഞ് ഭക്തരെല്ലാവരും ബലിതർപ്പണത്തിന് വന്നിരുന്നു. ബലിതർപ്പണത്തിൻ്റെ ശാന്തിക്കാരൻ എല്ലാം കൃത്യമായി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു 10 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറിയ കുട്ടി അവിടേക്ക് വന്നു. ഒറ്റയ്ക്കായിരുന്നു വന്നിരുന്നത്. മുതിർന്നവർ ആരും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടുത്തത് വെറും വെള്ളമുണ്ട് മാത്രം. സാധാരണ ബലിതർപ്പണത്തിന് വരുമ്പോൾ മുതിർന്നവരല്ലേ വരിക, ചെറിയ കുട്ടികൾ വരില്ലല്ലോ. അപ്പോൾ ശാന്തിക്കാരൻ ആ കുട്ടിയോട് ചോദിച്ചു, മോൻ എന്താണ് വേണ്ടത്? അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ബലിതർപ്പണത്തിന് വന്നതാണ്. അപ്പോൾ വീണ്ടും ശാന്തിക്കാരൻ ചോദിച്ചു, മോൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ വീണ്ടും ശാന്തിക്കാരൻ ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് ബലിതർപ്പണം ചെയ്യുന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശാന്തിക്കാരൻ ചോദിച്ചു, കുളിച്ചിട്ടാണോ വന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു, അതെ. ശാന്തിക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുളത്തിൽ പോയി കാലും മുഖവും കഴുകിയിട്ട് വാ. ശേഷം എല്ലാവരും ബലിതർപ്പണത്തിന് ഇരുന്നു. ശാന്തിക്കാരൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും അതുപോലെ ചെയ്തു. ആ കുട്ടിയും നന്നായിട്ട് ബലിതർപ്പണം ചെയ്യുന്നുണ്ട്. ശാന്തിക്കാരന് അത്ഭുതം തോന്നി. ബലിതർപ്പണം നടക്കുമ്പോൾ ശാന്തിക്കാരൻ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു, എല്ലാവരുടെയും ഫോട്ടോ എടുക്കണം, ആ കുട്ടിയെയും ഫോട്ടോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫർ എല്ലാവരുടെ ഫോട്ടോയും എടുത്തു. ബലിതർപ്പണം കഴിഞ്ഞ് കുട്ടിയുടെ കയ്യിലുള്ള ചെറിയൊരു നാണയം ശാന്തിക്കാരന് കൊടുത്തു. ശാന്തിക്കാരൻ കുറച്ച് ഭസ്മം നെറ്റിയിൽ തൊടാൻ കൊടുത്തു. അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് ഇഷ്ടം ചന്ദനമാണ്, എനിക്ക് ഭസ്മമല്ല വേണ്ടത്, എനിക്ക് കുറച്ച് ചന്ദനം തരൂ. അപ്പോൾ സാധാരണ അങ്ങനെ ആരും അവിടെ പറയാറില്ല. ശാന്തിക്കാരൻ ആശ്ചര്യപ്പെട്ടു. ശേഷം ആ ബാലൻ ചന്ദനം വാങ്ങി പുറത്തേക്ക് ഓടി. അതിനുശേഷം ശാന്തിക്കാരൻ ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്നും ഫോട്ടോകളെല്ലാം നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഫോട്ടോയിൽ എല്ലാവരുടെ ഫോട്ടോയുമുണ്ട്. ഈ കുട്ടിയുടെ ഫോട്ടോ മാത്രം ക്ലിയർ അല്ല. ആ കുട്ടിയെ മങ്ങിയിട്ടാണ് ഫോട്ടോയിൽ കാണുന്നത്. അപ്പോൾ ശാന്തിക്കാരൻ ദേവസ്വം ഓഫീസിൽ അറിയിച്ചു. ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ക്യാമറ നോക്കി, എന്നാൽ എവിടെയും ആ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി വന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണെന്ന്.